മുതിർന്ന കോൺഗ്രസ് നേതാവും കെ.പി.സി.സി മുൻ പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95-ാം വയസ്സിലാണ് അന്ത്യം. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, കോൺഗ്രസിന്റെ സൗമ്യമായ ഒരു മുഖം ഉള്ള നേതാവായിരുന്നു അന്തരിച്ച ബാലകൃഷ്ണപിള്ള. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ എത്തിച്ചേരും, തിരുവനന്തപുരത്തുള്ളവരൊക്കെ എത്തിച്ചേരും. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എവിടെയൊക്കെയാണ് കൊണ്ടുപോവുക, പൊതുദർശനം എവിടെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും കോൺഗ്രസിന് ഒരു വലിയ നഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയിരുന്ന നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങൾ പൊതുവെ വരുന്നുണ്ട്. നാളെയാണ് പൊതുദർശനം. രാവിലെ 10:30 മുതൽ പൊതുദർശനം KPCC ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കന്മാരിൽ ചിലർ തിരുവനന്തപുരത്തുള്ളവരൊക്കെ തന്നെ അനന്തപുരിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നു. നാളെ ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ 10 മണി മുതൽ 10:30 മുതൽ KPCC ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ തന്നെ അവിടെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കും. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു നേതാവ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കൊല്ലത്ത് ഒരു കേവലം ശൂർനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേവലം ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റായി കോൺഗ്രസിലേക്ക് വരുന്നു. അവിടെ കോൺഗ്രസ് പ്രവർത്തകൻ നാട്ടിൽ കോൺഗ്രസുമായി ഉയർച്ചയ്ക്കും അതിന്റെ ശക്തിപ്പെടുത്തുന്നതിനുമൊക്കെയായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അതിന് തൊട്ടു പിന്നാലെ ജില്ല കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പിന്നീട് അദ്ദേഹം ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഒപ്പം സഹകരണ മേഖലയിൽ അദ്ദേഹത്തിന് വളർച്ചയ്ക്ക് നിർണായകമായ ചില പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2001 അദ്ദേഹം KPCC അധ്യക്ഷ പദവി ഒഴിയുന്നത്. അന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സമയമായിരുന്നു 2001. ആ സമയത്ത് AK ആന്റണി മുഖ്യമന്ത്രിയാവുകയും പകരം കരുണാകരന്റെ വിഭാഗത്തിന് ഏതെങ്കിലും ഒരു സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് K മുരളീധരന് KPCC അധ്യക്ഷ പദവി നൽകുകയും ചെയ്യുന്നു. ഒപ്പം ഇതേ തുടർന്ന് ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടം വരും എന്ന് മനസ്സിലാക്കിയതോടെ തന്നെ ഹൈക്കമാൻഡിന് അദ്ദേഹത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നു KPCC അധ്യക്ഷ പദവി ഒഴിയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ ആ പ്രതിസന്ധി സ്വയം പരിഹരിച്ച് K മുരളീധരനെ KPCC അധ്യക്ഷനാക്കിയെന്ന ഒരു സ്വഭാവം, അതായിരുന്നു അദ്ദേഹം നടത്തിയ ഏറ്റവും ഒരു സ്ഥാനത്യാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ആ പദവിക്ക് വേണ്ടി പിടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ പദവിക്ക് പിന്നാലെ പോവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. 2 പ്രാവശ്യം അദ്ദേഹം അടൂരിൽ നിന്നും നിയമസഭയിലെത്തി. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗവുമായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന മേഖലകളിൽ അദ്ദേഹം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച കോൺഗ്രസിലെ ഒരു കാരണവരായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഏറെ നാൾ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായി. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം തന്നെയായിരുന്നു പലപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇടപെട്ട് സംസാരിച്ചിരുന്ന ഒരാൾ. ഒപ്പം ഈ സമീപകാലം വരെ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങുന്ന തൊട്ട് മുമ്പ് വരെ അദ്ദേഹം KPCC ആസ്ഥാനത്ത് എത്തുമായിരുന്നു. ചടങ്ങുകൾ പങ്കെടുക്കാൻ അദ്ദേഹം സജീവമായി പങ്കെടുക്കുമായിരുന്നു. അത്തരത്തിൽ ഒരു KPCC ആസ്ഥാനത്ത് ഒരു കാരണവരെ പോലെ തന്നെ ഉണ്ടായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്ക് വലിയ ഒരു നഷ്ടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹം മടങ്ങിയെത്താം.